ഇതിനെ കെട്ടിയെടുക്കാം. അപ്പോൾ ഈ സൈക്കിളിൻ്റെ വീലൊക്കെ കൊണ്ടുവന്ന് എന്താ കാണിക്കണമെന്ന് വിചാരിക്കണ്ട നിങ്ങളല്ലേ. അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ വേണ്ടി പോണത് 2 വീലർ തന്തൂരിയാണ്. 2 സൈക്കിളിൻ്റെ വീല് കൊണ്ട് നമ്മൾ ഇതിൽ കുറച്ച് ചിക്കനൊക്കെ കെട്ടി ഗ്രിൽ ചെയ്തെടുക്കാനുള്ള പരിപാടിയാണ്. തന്തൂരി സ്റ്റൈലിൽ ഗ്രിൽ ചെയ്തെടുക്കാം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അങ്ങനെ ഇതിൻ്റെ പണി കഴിഞ്ഞു. ഇനി തൽക്കാലത്ത് പിടിച്ചിരിക്കട്ടെ. ഓക്കെ, കോഴി ഒന്ന് കഴുകിയെടുക്കാം. നല്ലപോലെ വൃത്തിയാക്കണം. ആദ്യം നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിനെ ഇതിൽ കുറേ അനാവശ്യമായ കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എടുത്തിട്ട് നല്ലപോലെ വൃത്തിയാക്കി എടുക്കാം. ഇതുണ്ട കുറേ കൊഴുപ്പുണ്ട് അനാവശ്യമായിട്ട്. കുറച്ച് കൊഴുപ്പ് നമുക്ക് വേണം, എങ്കിൽ ഗ്രിൽ ചെയ്തൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതൊരു 1.5 കിലോ വരുന്ന പോലെയുള്ള കോഴി വാങ്ങിച്ചാണ് ഞങ്ങൾ. ഒരുപാട് വലുതാകുമ്പോൾ പെട്ടെന്ന് ഗ്രിൽ ചെയ്ത വേഗിലാണ്. നമ്മൾ കോഴി നല്ലോണം കഴുകിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു ലൈൻ ഇട്ടെടുക്കാം. ഇതിൻ്റെ ഈ ഭാഗം മസാല നല്ലോണം പിടിക്കില്ല. കാലൊന്നും വേണ്ട, ചെറിയ കോഴിയൊന്നും കാലിനൊന്നും ഇല്ല. ഇവിടെ മാത്രം ഇടാം. നമുക്കിതിൻ്റെ മസാല മിക്സ് ചെയ്തെടുക്കാം. ഇത് കാശ്മീരി ചില്ലിയാണ്. അപ്പോൾ എരിവ് അധികം ഉപയോഗിക്കണം. പിന്നെ കുറേ ചിക്കൻ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് അധികം ഇടുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ഉപ്പ് പാകത്തിന്, കുറച്ച് ഇഞ്ചി അരച്ചെടുത്താണ്, കുറച്ച് വെളുത്തുള്ളി അരച്ചെടുത്തത്. ഇതൊരു സ്പെഷ്യൽ സാധനമാണ്, കസൂരി മേത്തി എന്ന് പറഞ്ഞ ഒരു സാധനം. നമ്മുടെ ഉലുവയുടെ ഇല. ഇതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടുള്ളൂ. നമ്മൾ പൊടിച്ചിട്ടാലേ സംഗതി റെഡിയാവുള്ളൂ. നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. ഇച്ചിരി പരത്തി കൊടുക്കാം. ഇനി തൈര്, ഇനി നമുക്കിതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഇനി 1-2 സാധനങ്ങൾ ചേർക്കാനുണ്ട്. ഇനി നമുക്ക് നാരങ്ങ പിഴിയണം. നമ്മൾ തൈര് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര നാരങ്ങ വേണം. നമുക്ക് കുറച്ച് ഒരു 4-5 പീസ് പിഴി. എന്നിട്ട് നമുക്ക് പുളിപ്പ് നോക്കിയിട്ട് അടുത്ത നാരങ്ങ പിഴിഞ്ഞോളൂ. ഇത്ര മതിയാ നാരങ്ങ. അതും കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് കോഴിയിലേക്ക് തേച്ച് പിടിപ്പിക്കണം. ഇതിന് നല്ലോണം മസാല ഈ ലൈനിലൊക്കെ ഇതായി കൊടുക്കണം. അതിനകത്തും തേച്ചെടുത്താലേ സംഗതി ടേസ്റ്റ് ഉണ്ടാവും. മസാലകൾ തേച്ച് കഴിഞ്ഞ് നമുക്ക് കമ്പിയിൽ കോർത്ത് നമുക്കിതിനെ ഗ്രിൽ ചെയ്തെടുക്കാനുണ്ട്. ഇനി നമുക്ക് കോഴി എടുത്തിട്ട് ഇതിനകത്ത് കൂടി തുരുകി ഇതിങ്ങനെ എടുക്കാം. ഒരു കമ്പിക്കകത്ത് നമുക്ക് 3 എണ്ണം വെച്ചിട്ടാണ് ഗ്രിൽ ചെയ്യേണ്ടത്. അവിടെ ഇരിക്കട്ടെ.
നമുക്ക് ഇതിന് ഇവിടെ വെച്ച് കെട്ടാം. നല്ലോണം കെട്ടാം, അല്ലെങ്കിൽ നമ്മൾ കറക്കുമ്പോൾ ഇത് വിട്ടുവരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇതിൻ്റെ കാലൊക്കെ ഇങ്ങനെ എടുത്തിടണം. കോഴിന് എല്ലാ ഭാഗവും ഉള്ളും പുറമൊക്കെ ചൂടാണ് പോലെ. ഈ കാലൊന്ന് ജസ്റ്റ് ഒന്ന് ഉടക്കി കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ കറക്കുമ്പോൾ താഴെ വീഴാം. ഒരുപാട് മുറുക്കി കെട്ടില്ല, കാരണം നമ്മൾ ഇത് തിരിച്ച് കെട്ടുകയും പാടുന്നില്ല. ഇതിൽ കരി കൊട്ടി കനലാക്കി എടുക്കാം. നമുക്ക് കരി ഒന്ന് കത്തിച്ചെടുക്കാം. കുറച്ച് കർപ്പൂരമാണ്, കൂടുതൽ കരിയുള്ളതുകൊണ്ട് അല്പം കൂടുതൽ ഇപ്പം ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുത്താൽ അതൊക്കെ പിടിക്കണം. കരി പിടിക്കട്ടെ. നമുക്കിത് ഇതിനെ അടുപ്പിൽ വെക്കാം. മെല്ലാട്ടാ നോക്കിയിട്ട്. ഓക്കെ, നമുക്ക് പതുക്കെ ഇതിന് കറക്കി എടുക്കണം. ഒന്ന് ചൂടാകട്ടെ ആദ്യം. ഇതിങ്ങനെ പതുക്കെ കറക്കിയ അങ്ങനെ ഗ്രില്ലാവും. സംഗതി ചൂടാകുമ്പോഴേക്കും മണം വരാൻ തുടങ്ങി. ഇത് ഡ്രൈ ആയിക്കൊണ്ടിരിക്കണം. പിന്നെ തീ നല്ല ചൂട് വേണം, അപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ തിരിച്ചോ ഇത്തിരി എണ്ണ നനച്ച് കൊടുക്കാം. നമ്മളിതിൻ്റെ കൊഴുപ്പുകളൊക്കെ ഏകദേശം കൊടുത്തു. നല്ലോണം ഇടയ്ക്കിടയ്ക്ക് എണ്ണ കൊടുത്തുകൊണ്ടിരിക്കണം. സംഭവം ഡ്രൈ ആയിക്കൊണ്ടിരിക്കണം. എന്താ മണമല്ലേ രതീഷേ? കരി ഇങ്ങനെ മുകളിലിങ്ങനെ ചാരമാവും. അപ്പോൾ ഇച്ചിരി ഇളക്കി കൊടുത്താൽ പിന്നെയും പഴയ പോലെ നല്ല ചൂട് കിട്ടും. നമുക്കിത് ഒന്ന് തിരിച്ചിടണം, ഇറക്കാതെ. ഒരു സൈഡ് വന്നു ഇതിൽ വെച്ചിട്ടൊന്നുകൂടെ തിരിക്കാനേ പറ്റുള്ളൂ. നമുക്ക് അഴിച്ച് തിരിച്ചു കൊടുക്കാം. അപ്പോൾ സംഗതി ആ ഭാഗവും വേകും. മുറിഞ്ഞു പോരുത് രതീഷേ, മുറിഞ്ഞാൽ നമ്മുടെ എല്ലാ ഇതും പോയി അല്ലേ? വെന്തുട്ടോ ശരിക്കേ. പതുക്കെ തിരിച്ചു വിട്ടിട്ട് പിന്നെ പതുക്കെ ഈ ഭാഗങ്ങൾ കയറ്റുക. എന്നിട്ടോടെ കയറ്റി കൊടുക്കുക. അപ്പോൾ എല്ലാ സൈഡും അടിപൊളിയായിട്ട് വേകും. നമുക്കിനി അടുത്ത സൈഡ് കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. എന്താ കനല്! ഇതിൽ ഈ ഭാഗത്ത് മുട്ടിലെ ഒരൽപ്പം എണ്ണ തേച്ചുവിട്ടാൽ സംഗതി ഈ ഭാഗം നല്ലോണം വേകും. അങ്ങനെ നമ്മുടെ തന്തൂരി റെഡി ആയിട്ടുണ്ട്. ഇതിന് ഇറക്കാം. ഇനി വെച്ചാൽ കരിഞ്ഞു പോവും. കെട്ടയച്ചൂടല്ലേ. നമുക്ക് ആദ്യം കാലിൻ്റെ കമ്പി അത് കഴിച്ചു പൊട്ടാനായി സാധനം അല്ലേ രതീഷേ? എന്നാ ഇറച്ചിയൊക്കെ വിട്ട് അതെ ഇന്ന് ചൂടാക്കി പൊട്ടും. ഇറച്ചിയൊക്കെ വിട്ട് വരാനായി. ഓക്കെ,
അടിപൊളി. അപ്പോൾ ഞങ്ങൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോകണം. ചെറുനാരങ്ങ കൊഴിച്ച് കാലെടുക്കാം. കാലൊക്കെ വെന്ത് പൊട്ടി വന്നു സാധനം. മയോണൈസിൽ മുക്കാം. അടിപൊളിയല്ലേ? പൊളി സാധനം. ഭയങ്കര ടേസ്റ്റ്. ശരിക്കും നല്ല രസമുണ്ട്. ഇത് കരിഞ്ഞൊന്നുമില്ല കേട്ടോ. ഈ ഒരു രീതി എത്തിയാലേ ശരിക്കും ഇത് വെന്തു എന്ന് അർത്ഥമുള്ളൂ. അപ്പോൾ ഇത് ഉള്ളു കരിഞ്ഞിട്ടുണ്ടായില്ല, പുറത്ത് ഈ ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടണം. അപ്പോഴാണ് എൻ്റെ ഭംഗി. അടിപൊളിയല്ലേ? നമ്മുടെ കസൂരി മേത്തി ഇട്ടതിൻ്റെ ടേസ്റ്റൊക്കെ പ്രത്യേകം പറയുന്നില്ലേ? ഇപ്പോൾ കുറേ ഉണ്ടാക്കി ഞങ്ങൾ അത് മാറ്റി വെച്ചിരിക്കുക. നമ്മുടെ കൂടെ എന്നും ഹെൽപ്പ് ചെയ്യുന്ന കുറേ കുട്ടികൾ ഉണ്ട്. അപ്പോൾ അവർക്കൊന്ന് പാർസലായി കൊടുക്കാം അല്ലേ? അത്രയും നമുക്ക് എന്തായാലും കഴിക്കാൻ പറ്റില്ല. ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി. മസാല പൊളി. കുറച്ച് ചെറിയ ചിക്കൻ വാങ്ങിയത് നന്നായി അല്ലേ? വലുതാണെങ്കിൽ ഇത്ര വേവില്ല. കുറച്ച് പൊട്ടിപ്പോയി ഒക്കെ കൂടി വിട്ടു വന്നിട്ടുണ്ടാവും. അതിൻ്റെ സോസിന് മുഖം അങ്ങനെയുണ്ട്. ഒന്നൊന്നര സംഭവട്ടാ. അടിപൊളി. എന്തായാലും തന്തൂരി എന്താണ് 2 വീലർ തന്തൂരി. ഒന്നും പറയാനല്ലോ പോലെ നോക്കാം വെന്തതിൻ്റെ ഇത് സുഖമായിട്ട്. അപ്പോൾ ഞാൻ ഇനി ഒരു കാലും കൂടി വെറുതെ. ഭയങ്കര ടേസ്റ്റ് ശരിക്കും. സംഭവം അടിപൊളി. മസാല ഒന്നും എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വീട്ടിൽ ഒരു കോഴിയൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ തന്തൂരി ഉണ്ടാക്കി നോക്കി. നമ്മുടെ ഈ റെസിപ്പി ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റെസിപ്പി പറ്റുകയാണെന്ന് പരീക്ഷിച്ച് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രസമുണ്ട് കഴിക്കാൻ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളത് പതുക്കെ സമാധാനത്തിൽ കഴിച്ച് ഞങ്ങൾ സമാധാനത്തിൽ പോവാം. അപ്പോൾ ഓക്കെ, ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.